ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ചെറിയ എക്സസൈസിലേക്കാണ് പ്രായമായാൾക്ക് വേണ്ടുന്ന എന്നെപ്പോലെ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. ചെറുങ്ങനെയുള്ള ചെയ്താൽ മതി. ആദ്യം തന്നെ കുറച്ച് സ്റ്റേജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള ഒരു എക്സസൈസ് നമുക്ക് കഴിയുമെങ്കിൽ 10 ആദ്യം ചെയ്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ കൂട്ടി ഓരോ ദിവസവും കൊണ്ടുവന്നാൽ മതി. പിന്നെ അത് കഴിയുമ്പം എന്നെല്ലാം അടുത്ത് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാല് നല്ല നമുക്ക് കാലിന് ഇതേപോലെ എക്സസൈസ് ചെയ്ത് കാലിനൊന്നും രക്തോട്ടും എല്ലാം ഉണ്ടാവും. പിന്നെ കാലിൻ്റെ ഇവിടെ മുട്ടിനെല്ലാം ഉള്ള വേദനയെല്ലാം പോലെ നല്ലതാണ്. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ കൈ ഇങ്ങനെ വെച്ചിട്ടോ നല്ല സ്ട്രെച്ച് ചെയ്യാം. ഇതുപോലെ 5-10 പ്രാവശ്യം ചെയ്യാം. അതിന് എങ്ങനെയായാലും പിന്നെ ഇങ്ങനെ ചോദിച്ചത് ഇങ്ങനെ കൈ ബാക്ക് കുത്തി നമുക്ക് ശരിക്കും കഴിയും. ഇതേപോലെ നമ്മൾ അമർത്തി ഒന്ന് നമുക്ക് കുറേശ്ശെ ഇതിങ്ങനെ നല്ല കാണാൻ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ തൊടാൻ കഴിയും. ആദ്യം തന്നെ അരിക്കും തൊടാനത്തിൽ അരിക്കുവാകുന്നില്ല. അങ്ങനെ ഇങ്ങനെ മെല്ലെ ഇതിങ്ങനെ കൈ വെച്ച് മെല്ലെ നീക്കി കാല് നെത്തി കൊണ്ടുപോയി ഇങ്ങനെ അതെല്ലാം ദിവസമുള്ള പ്രാക്ടീസോടെ ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ ഒരു ദിവസം കൊണ്ടൊന്നും ആവില്ല. അങ്ങനെ ഇവിടെ ഒരു പ്രായം കഴിയുമ്പോൾ കെട്ടിക്കാനും കഴിയും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ നടന്നു ചെയ്ത ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കാലിനൊരു പവർ വരലും ഇങ്ങനെ എണീക്കുകയും ചെയ്യാം. ദിവസവും ഈ എക്സസൈസ് ചെയ്യുന്നതാണ്. കഴിയുന്ന പോലെ നമ്മൾ കാലിന് കഴിച്ചാൽ ഒരു ശക്തി വരാൻ നല്ല തുള്ളിയാവും. അധികം കൊണ്ടിട്ടുള്ളാണ്ട് നല്ല നമ്മുടെ ഇതിലൊരു കഴിയുന്നത്ര ഏകദേശം ഒരു 10-50 മിനിറ്റ് ഇങ്ങനെ കുറച്ച് തുള്ള ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് എവിടെ പിടിച്ച് ഇങ്ങനെ തളരുന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് സ്റ്റേജ് പിന്നെ ശ്വാസം എടുത്ത് 2-3 പ്രാവശ്യം ശ്വാസം എടുക്കുമ്പോൾ ചെയ്ത് പിന്നെ അടിയിൽ വിടും. ഇങ്ങനെ 2-3 സെറ്റ് കുറച്ച് നേരം തുടങ്ങുന്നത് നല്ലതാണ്. നമ്മുടെ കാലിൻ്റെ എല്ലാം ഒരു പ്രായം കഴിയുമ്പോൾ വേറെ ചെറിയിട്ടുണ്ടായത് ഇതിപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കാലിന് ശക്തി വരും. പിന്നെയാണ് കുറച്ച് നേരം ശ്വാസം വിടുക. പിന്നെ ഒരു 2-3 പ്രാവശ്യം ചെയ്യാം. കഴിയാത്തപ്പോൾ അടുത്ത ദിവസം തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇതിപ്പോൾ കുറച്ചാണ് ചെയ്യും. പ്രായം കഴിയുമ്പോൾ എല്ലാവർക്കും എണീക്കാനും നിൽക്കാനും കഴിയില്ല. അതിത് നമുക്ക് കഴിയുന്ന എല്ലാ ദിവസവും ഞാൻ ഇരിക്കുക, കൈ നോക്കി ഇരിക്കുക. പിന്നെ എങ്ങനെ കൈ കുത്താണ് ഇരിക്കുക. കൈ തൊടാണ്ട് ഇങ്ങനെ എണീക്കാൻ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാലിന് നല്ല പവർ കിട്ടും. പിന്നെ കൈ നോക്കി ഇങ്ങനെ അതെല്ലാം വേദനയെല്ലാം കുറയെ ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് നമ്മൾ നല്ല ശ്വാസം എടുക്കുന്നതിനടുത്ത് നോക്കുക. പിന്നെ ഇങ്ങനെ എല്ലാം പോട്ടെ എല്ലാം അമർന്നിരിക്കുക. ഈ മുട്ടുമ്പിൽ മുട്ടൊന്നും പിന്നെ എനിക്ക് ഒരു അനങ്ങാത്ത പോലെ ഇവിടെ ഇരിക്കാൻ ആദ്യമൊന്നും കഴിയില്ല. അപ്പോൾ ഇവിടെ ഒരു തലയണയോ അതൊന്നും ചെറുങ്ങനെയുള്ള കട്ടിയില്ലാത്ത എന്തെങ്കിലും മടക്കി കൊടുക്കുക. തലയണ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുക ആദ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ശശാങ്കാസനം ഇങ്ങനെ മണിഞ്ഞ് ഇങ്ങനെ മെല്ലെ തൊട്ട് ഇങ്ങനെ ശ്വാസം എടുത്ത് പിന്നെ ഇങ്ങനെ വരിക. പിന്നെ വീണ്ടും ഇങ്ങനെ മണങ്ങി ആദ്യം ശരിക്കും മണങ്ങാൻ കഴിയൂല. എന്നാലും ഇങ്ങനെ മെല്ലെ തൊട്ട് ഇങ്ങനെ പോവുക. മെല്ലെ ഇങ്ങനെ അതേപോലെ ഇവിടെ കുടലിന് ഇങ്ങനെ നമ്മൾ അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ മണങ്ങി നമുക്ക് തൊടാൻ ആദ്യം ആവില്ല. എന്നാലും ഇങ്ങനെ തൊട്ട് വരിക. അതിന് പിന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പോകുക. അതൊരു കഴിയുന്ന പ്രാവശ്യം ശ്വാസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആവും. പിന്നെ ഇവിടെ ഇങ്ങനെ കാല് പിടിച്ച് പിടിക്കുക. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ എടുത്തുകൊടുക്കുക. ഇവിടെ നടന്നിട്ട് ശ്വാസം എടുക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ
ഇതും നമുക്ക് കുടലിനെല്ലാം നല്ലൊരു വലിച്ചു കിട്ടും. ഇതും അങ്ങനെ ഒരു 5-10 പ്രാവശ്യം ചെയ്യുക. കാൽ പൊന്തിക്കുക. കയ്യിൽ നിന്ന് ആദ്യം കുറച്ച് പൊന്തിച്ചാൽ മതി. പിന്നെ 90 ഡിഗ്രിയിലേക്ക് നേരെ പൊന്തിക്കുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ അടവോട്ട് ചെയ്താൽ എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താക്കുക. ശ്വാസം എടുക്കുക. ഇങ്ങനെ മെല്ലെ താക്കുക. ഇങ്ങനെ ഒരു 5-10 പ്രാവശ്യം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ 2 കാലും ഒരു 45 ഡിഗ്രിയിൽ ഇതേപോലെ പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താക്കുക. അത് വയറ് കുറയാൻ നല്ലതാണ്. കുറച്ച് ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് പൊന്തിക്കുക. പിന്നെ ശ്വാസം വിട്ടുകൊണ്ട് കാല് മെല്ലെ നിലത്ത് തൊടണ്ട, അടുത്തെത്തുന്നത്. പിന്നെ വീണ്ടും കാല് പൊന്തിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പിന്നെ മെല്ലെ താക്കുക. അത് ഒരു 10 പ്രാവശ്യം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 കാലും 90 ഡിഗ്രിയിൽ ഇങ്ങനെ പൊന്തിക്കുക. ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താക്കുക. നമ്മളെ വയറ് കുറയാൻ നല്ലതാണ്. എനിക്ക് നല്ല പോലെ വയറുള്ളതാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ നിലത്ത് മുട്ടാണ്. ഇങ്ങനെ മുകളിലോട്ട് പൊന്തിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പിന്നെ വിട്ടുകൊണ്ട് മെല്ലെ താക്കുക. അത് കൂട്ടി ഓരോ ദിവസവും കൂട്ടി കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇപ്പോൾ എനിക്ക് ശരിക്കും കുറേ പ്രാവശ്യം ഇങ്ങനെ സ്പീഡിൽ തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ നിങ്ങളെല്ലാവരും ചെയ്താൽ നമുക്ക് ആയതിൻ്റെ കാര്യം ഒന്നുമില്ല. കഴിയുന്നതും ബേക്കോട്ട് നല്ലോണം ഒടിക്കാൻ കഴിയുമ്പോൾ നല്ലതാണ്. ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. ഇങ്ങനെ ചെയ്യുക. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ശരീരത്തിനൊരു ഇത് വേണ്ടി ചെറുങ്ങനെ ഒന്ന് ഇങ്ങനെ അധികം റിലാക്സ് ആക്കിയിട്ട് ആ സ്പീഡ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും പിന്നെ റിലാക്സ് ആക്കിയിട്ട് ഒന്ന് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി അക്സരം ഇങ്ങനെ അതിൻ്റെ കണ്ണ ശക്തിയിലെല്ലാം ചെയ്തുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ശ്വാസം എടുത്ത് അങ്ങനെ വളർത്തുക. ഇനി നാളെ വീണ്ടും വേറൊരു എക്സസൈസുമായി കാണാം. ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഈ ചെയ്തതെല്ലാം ഓരോ ദിവസം കുറച്ച് കൂട്ടി പിന്നെ ദിവസവും എല്ലാം ചെയ്യൽ തുടങ്ങണം.